സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറിയാണെന്ന് കാണിക്കുന്നത്. അതിനുവേണ്ടി പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ചുമന്നുള്ളിയും പിന്നെ ഉണക്കമുളകും കൂടി ചതച്ചതാണത്, അതും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പരന്ന പാത്രം ആയതുകൊണ്ടാണ് ഇതുപോലെ വെളിച്ചെണ്ണ കൂടുതലായി നിങ്ങൾക്ക് തോന്നുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ, പരന്ന് കിടക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് കേട്ടോ. ഇതൊന്ന് മൂപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തോന്നിയത് ഇതിൽ നിന്ന് കുറച്ച് ചമ്മന്തിക്കായി മാറ്റിയെടുക്കാമെന്ന്. അപ്പോൾ പരിപ്പ് കറിയും ചമ്മന്തിയും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് അല്ലെന്ന് വിചാരിച്ച് ഞാൻ അതിൽ നിന്ന് 2 സ്പൂൺ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കണം. എൻ്റെ എല്ലാ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ എല്ലാത്തിലും കുറച്ച് മുളക് പൊടി കൊണ്ട് ചേർക്കും. പൊടി ചേർത്തതിനോടൊപ്പം തന്നെ വേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് പരിപ്പ് ഉപ്പും മഞ്ഞളും ചേർത്ത് ഞാൻ ആദ്യം വേവിച്ച് വെച്ചിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഇത്രയുള്ള പരിപ്പ് കറി റെഡിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു പരിപ്പ് കറി എന്ന് പറയുന്ന സംഭവം. വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ അത്. കൂടെ ഒരു ഉണക്കമീനോ പപ്പടമോ അതല്ലെങ്കിൽ കൊണ്ടോട്ടമുളകോ അതല്ലെങ്കിൽ ഇതുപോലെ അതിൽ നിന്ന് മുളക് കോരി വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കിയാലും അടിപൊളിയായിട്ട് ചോറുണ്ണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല, ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കുത്തിക്കാച്ചുന്ന പരിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. ഇത് സാമ്പാർ പരിപ്പ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, ടേസ്റ്റ് അത്ര കിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.